ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാന ബിജെപിക്ക് പുതിയ സംഘടനാ സംവിധാനം. ചുമതലയേറ്റ് ജില്ലാ അധ്യക്ഷന്മാർ. 4 ഇടത്ത് വനിതകൾ നയിക്കും. പാലക്കാട് ഈസ്റ്റിൽ പ്രശാന്ത് ശിവന് വമ്പൻ സ്വീകരണം. ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏക സിവിൽ കോഡ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പോർട്ടൽ തുറക്കും. UCC നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നാളെ എത്തും. വഖഫ് ബില്ലിൽ അന്തിമ തീരുമാനമെടുക്കാൻ JPC യോഗം ഇന്ന്. ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പാരാമ്പുലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. അപ്പോൾ ബോഡീസിൽ ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ പഞ്ചാരക്കൊല്ലിയിലെ കൊലകൊല്ലിക്കടുവ ചത്തു. ജഡം കണ്ടെത്തിയത് പുലർച്ചെ 2:30-ഓടെ. പെൺകടുവയുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവ്. പരിക്ക് മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയത് എന്ന നിഗമനം. കൂപ്പാടിയിൽ പോസ്റ്റ്മോർട്ടം. സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ റേഷൻ കടകൾ ഏറ്റെടുക്കും. റേഷൻ വ്യാപാരികൾക്ക് ഭക്ഷ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് യോഗം വിളിച്ചു. പ്രതിസന്ധികൾ ഒഴിവാക്കിയേ തീരൂ എന്നും GR അനിൽ ജനം TVയോട്. കുംഭമേളയിൽ പങ്കെടുക്കാൻ അമിത് ഷാ പ്രയാഗ്രാജിൽ. യോഗി ആദിത്യനാഥും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യും. പ്രദേശത്ത് കനത്ത സുരക്ഷ. പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസികളെ വെട്ടിക്കൊന്നു. മരിച്ചത് പൂത്തുണ്ടി സ്വദേശി ലക്ഷ്മിയും മകൻ സുധാകരനും. കൊലയ്ക്ക് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന നിഗമനം. ചെന്താമര സുധാകരന്റെ ഭാര്യയെ കൊന്ന കേസിലെ പ്രതി. വിശദമായ വാർത്തകളിലേക്ക്. BJP വനിതാ നേതാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്ന പാർട്ടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. 269 മണ്ഡലം കമ്മിറ്റികളിൽ 34 സ്ത്രീകളെ BJP മണ്ഡലം പ്രസിഡന്റുമാരാക്കി. 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ പക്ഷത്തു നിന്നുള്ളവരാണ്. BJP സെക്യുലർ പാർട്ടിയാണെന്ന് അനുഭവങ്ങളിലൂടെ തെളിയിക്കുന്നു. BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു അസ്വാരസ്യങ്ങളും ഇല്ലെന്നും പക്ഷമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് തെളിയിച്ചുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ 3 മാസത്തിലധികമായി സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ബൂത്ത് തലം മുതൽ ജില്ലാ ഘടകങ്ങൾ വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ 25,400ഓളം ബൂത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനോടകം 18,000-ലധികം ബൂത്തുകളിൽ വ്യവസ്ഥാപിതമായ കമ്മിറ്റികൾ, നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണില്ല ബൂത്തുകളിലെ കാര്യങ്ങളായാൽ, അവിടെയെല്ലാം ഞങ്ങൾ വനിതകൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഇത്തവണ BJPയുടെ ചരിത്രത്തിൽ 30% സ്ഥലങ്ങളിൽ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള ബൂത്ത് കമ്മിറ്റികളാണ് ഞങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ വളരെ കാര്യമായ തോതിൽ പാർട്ടി ഘടകങ്ങളിൽ ചുമതലയുള്ളവരുണ്ടായിരുന്നില്ല. സംസ്ഥാനത്തുണ്ടായിരുന്നു, ചില ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ താഴെ തലം വരെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി BJPയുടെ ബൂത്ത് ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. സന്ദീപ് വാര്യർക്കെതിരെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു പ്രശാന്ത് ശിവൻ. വേദിയിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോയവർ മനസ്സിലാക്കണം, ആദർശമാണ് വലുതെന്ന്. പ്രസ്ഥാനമാണ് വലുത്. ഭാരത് മാതാ കി ജയ് വിളിച്ചവരാണ് പുറത്തുപോയവരെ ഉൾപ്പെടെ നേതാക്കളാക്കി മാറ്റിയതെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു.
BJP പുതിയൊരു സംഘടനാ തലത്തിലേക്ക് മാറുകയാണെന്ന് BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്. പരിചയസമ്പത്തുള്ള കരമന ജയനിലേക്കാണ് പുതിയ ചുമതല എത്തുന്നത്. പുതിയ അധ്യക്ഷനിലൂടെ മികച്ച വിജയം നേടാനാകുമെന്നും VV രാജേഷ് പറഞ്ഞു. നമ്മൾ ഏത് ലക്ഷ്യത്തിനാണോ നമ്മുടെ പൂർവികന്മാർ ഇറങ്ങിത്തിരിച്ചത് അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ദൈവികത്വം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്ന് 5 വർഷം പ്രവർത്തനം പൂർത്തിയാക്കി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം എന്നേക്കാൾ പരിചയസമ്പത്തും അനുഭവ സമ്പത്തും ഈ ജില്ലയെ നയിക്കുവാനുള്ള പാരമ്പര്യമുള്ള കരമന ജയൻചേട്ടനെ തന്നെ ഈ സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംഘടന വരാൻ പോകുന്ന നാളുകൾ കാത്തിരിക്കുന്നത് ഏറ്റവും മികച്ച വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിലുള്ള സന്തോഷത്തോടെയാണ് ഞാൻ ജയൻചേട്ടന് ഈ ചുമതല കൈമാറുന്നത്. BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷയായി രാജീവ് പ്രസാദ് ചുമതലയേറ്റു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. BJP സംസ്ഥാന സഹവരണാധികാരി പുഞ്ചക്കരി സുരേന്ദ്രൻ പ്രഖ്യാപനം നടത്തി. മിനിറ്റ്സ് ബുക്ക് കൈമാറി. മുൻ ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ നിയുക്ത കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ ഷോൾ അണിയിച്ചു. തുടർന്ന് നടന്ന അനുമോദന സഭ PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സിറ്റി BJP ജില്ലാ അധ്യക്ഷനായി അഡ്വക്കേറ്റ് KS ഷൈജു ചുമതലയേറ്റു. ശോഭാ സുരേന്ദ്രൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് നടന്ന അനുമോദന സഭ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ സേവകരായി പ്രവർത്തിക്കണമെന്നും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ BJPയിലാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. 100 കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു BJP ജില്ലാ അധ്യക്ഷ ഔദ്യോഗിക പ്രഖ്യാപനവും ചുമതലയേറ്റെടുക്കൽ ചടങ്ങും നടന്നു. BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റായി CR പ്രഫുൽ കൃഷ്ണൻ സ്ഥാനമേറ്റു. വടകരയിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ വരണാധികാരി അഡ്വക്കേറ്റ് ജയസൂര്യൻ, അഡ്വക്കേറ്റ് VK സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. BJPക്കെതിരെ ചില മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾക്ക് മണിക്കൂറുകളുടെ ആയുസ് പോലുമില്ലെന്ന് C കൃഷ്ണകുമാർ പറഞ്ഞു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് പ്രഫുൽ കൃഷ്ണൻ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. കാടിറങ്ങുന്ന ഭീതി. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. ചത്തത് രാധയെ കൊന്ന കടുവയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. 38 നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞ അതേ കടുവ തന്നെയാണ് ചത്തുകിടന്നതെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. ഏകദേശം 7 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ചത്തത്. പുലർച്ചെ 2:30ഓടെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് CCF KS ദീപ പറഞ്ഞു. അതേസമയം പഞ്ചാരക്കൊല്ലിയിലെ കർഫ്യൂ പിൻവലിച്ചിട്ടുണ്ട്. അർജുൻ PS ചേരുന്നു. അർജുൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തീരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. CSF അടക്കമുള്ളവരുണ്ട്. അവരടക്കം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും ഈ കടുവയെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കുപ്പാടിയിലേക്കാണ്. കുപ്പാടിയിലെ RRT ക്യാമ്പിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനുശേഷം കടുവയുടെ ജഡം ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കടുവയുടെ ജഡം കത്തിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രധാനമായും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഏത് തരത്തിലാണ് കടുവ ചത്തത് എന്നുള്ളത് അടക്കമുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനാകൂ. മാത്രമല്ല അല്പസമയത്തിനകം തന്നെ ഇവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്. ആ സമയത്ത് മാത്രമാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അറിയാൻ കഴിയുക. ഇത്തരത്തിൽ കടുവയിൽ 2 ആഴത്തിലുള്ള
ഇത്തരത്തിലുള്ള 2 മുറിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഒരു നിഗമനമുള്ളത്. ഈ മുറിവിന് കാലപ്പഴക്കവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കടുവയ്ക്ക് നേരത്തെ തന്നെ ഈ കാട്ടിൽ വെച്ച് സംഭവിച്ചതായിരിക്കാം ഈ മുറിവ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. മാത്രമല്ല ഈ മറ്റ് കടുവകളുമായി ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ കടിപിടി ഉണ്ടാകുമ്പോൾ സംഭവിച്ചതാണ് ഈ ഒരു മുറിവ് എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിൽ വനം വകുപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുറിവാണോ മരണ കാരണം എന്നുള്ളത് പ്രധാനമായും പരിശോധിക്കേണ്ടിയിരിക്കുന്നതോ, മാത്രമല്ല ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് കൃത്യമായി ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിയേണ്ടി വരും. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ കൃത്യമായി നടത്തേണ്ടതുണ്ട്. എന്തിനാൽ തന്നെയും ജനങ്ങൾ പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളാകെ വലിയ സന്തോഷത്തിലാണുള്ളത്. ഇത്രയും ദിവസം 4 ദിവസമായി തങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല, തങ്ങൾ മര്യാദയ്ക്കൊന്ന് പുറത്തിറങ്ങി നടന്നിട്ടില്ല. ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭീതി ഉണ്ടായിരുന്ന സമയം, ആ ഭീതിയൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് ആശ്വാസമായിരിക്കുന്നു. എങ്കിലും ചെറിയൊരു ജാഗ്രതാ നിർദ്ദേശം ആ പ്രദേശത്ത് ഇപ്പോഴുമുണ്ട്. കർഫ്യൂ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ചെറിയൊരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ ഒരു സെർച്ച് കൂടി ഈ പ്രദേശത്ത് നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്വാഭാവിക നടപടിയാണ്. ഇത്തരത്തിൽ ഈ കടുവയെ പിടിച്ചു കഴിയുമ്പോൾ പിന്നീട് യാതൊരു ഒരു പ്രശ്നവും ഈ പ്രദേശത്തില്ല എന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സെർച്ചൊക്കെ നടത്തുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു RRT സംഘത്തെ അടക്കം ഈ കടുവ ആക്രമിക്കുന്നു. അങ്ങനെ ഈ ഒരു അക്രമി കടുവയാണെന്ന് തന്നെയാണ് വനംവകുപ്പ് നിരീക്ഷിച്ചിരുന്നത്. തുടർന്ന് നരഭോജിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ കടുവയെ വെടിവെച്ച് പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ ചത്ത നിലയിൽ കടുവയെ കാണുന്നത്. ഏകദേശം പിലാക്കാവ് ഭാഗത്ത് ഈ സ്ഥലത്തു നിന്നും കടുവ ഇത്തരത്തിൽ ഈ യുവതിയെ പിടിച്ച സ്ഥലത്തു നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ഈ കടുവയുടെ ജഡം കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് സ്വാഭാവികമായും കടുവ ഇത്തരത്തിൽ മറ്റു കടുവകളുടെ ആക്രമണത്തിൽ നിന്ന് പരിക്കേറ്റ കടുവയായിരിക്കണം. അതാണ് പുറത്ത് വന്നത്, പിന്നീട് വനത്തിലേക്ക് പോകാത്തത് ആ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. എന്തിനാൽ തന്നെയും ഈ പ്രദേശത്താകെ ഇപ്പോൾ ഒരു സമാധാനം പുലർന്നിരിക്കുന്നു. അത്തരത്തിൽ എല്ലാവർക്കും ആഹ്ലാദമുണ്ടായിരിക്കുന്നു. വനം വകുപ്പ് പോയപ്പോൾ അവർക്ക് ജയ് വിളിച്ചുകൊണ്ട്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ വനം വകുപ്പിനെ തിരിച്ച് അയച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്തോഷം അവർക്കുമുണ്ട്. നേരത്തെ മിഥുൻ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഭർത്താവ് പറയുന്ന ഇപ്രകാരമാണ്, അതായത് ഇനി ആർക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ, കടുവയെ പിടിച്ചതിൽ സന്തോഷമുണ്ട്, പക്ഷേ ഇത്തരത്തിൽ മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ, കടുവയുടെയോ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളുടെയോ ആക്രമണത്തിൽ മറ്റൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇവരുടെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഓരോ വയനാട്ടുകാരും പറയുന്നത്. സ്വാഭാവികമായും തങ്ങൾക്ക് ആവശ്യം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്, അല്ലാതെ ഓരോ സമയത്തും മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കലല്ല. ശാശ്വതമായ, അതായത് കടുവയോ അല്ലെങ്കിൽ മറ്റു വന്യജീവങ്ങളോ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാരുടെ ആവശ്യം. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഓപ്പറേഷൻ 2ാം ഘട്ടം തുടരുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. നരഭോജി കടുവയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാകൂ. കടുവ ചത്തത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. കാടിനുള്ളിൽ മൃഗങ്ങൾക്ക് പരിക്കേൽക്കുന്നതിൽ പരിശോധന ആവശ്യമാണ്. സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പാക്കും. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ മേഖലകളിൽ സ്പെഷ്യൽ ഡ്രൈവ് 2-3 ദിവസം തുടരുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല. വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ 3-4 കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിന് വെച്ച ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ്. പാൽപ്പാറയ്ക്ക് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഇടിയാർ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ആക്രമണം. തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിലെ 5ാം വീട്ടിൽ അന്നലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. വന്യജീവി ആക്രമണ ഭീതിയിൽ കോഴിക്കോട്ടെ മലയോര ജനത. കൂടരഞ്ഞിയിൽ ഭീതി വിതച്ച കടുവ കൂട്ടിലായത് ആശ്വാസമായെങ്കിലും ഇനിയും പ്രദേശവാസികളുടെ ആശങ്ക മാറിയിട്ടില്ല. ജില്ലയിലെ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരൊക്കെയും ആധിയോടെയാണ് കഴിയുന്നത്.
ഈ അടുത്തായി വന്യജീവി ആക്രമണങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങളെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പുള, കൂരിയോട് പ്രദേശങ്ങളിൽ പുലിയുടെ ആക്രമണമുണ്ടായത് ഇതിൽ ഒടുവിലെത്തിയത് മാത്രം. കഴിഞ്ഞ വർഷം മാത്രം 3 പേരാണ് ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടുപന്നി, കാട്ടുപോത്ത് എന്നിവയുടെ ആക്രമണത്തിൽ 2 പേരും പാമ്പുകടിയേറ്റ് ഒരാളുമാണ് മരിച്ചത്. തിരുവമ്പാടിയിലും കൂരാച്ചുണ്ടിലും പേരാമ്പ്രയിലുമാണ് ജീവനുകൾ പൊലിഞ്ഞത്. 125ഓളം പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിലും പാമ്പുകടിയേറ്റുമാണ് ഇതിലധികവും. കാട്ടുപന്നികൾ കുറുകെ ചാടിയുണ്ടായ വാഹനാപകടങ്ങളിൽ നിരവധി പേർക്കാണ് ചെറുതും വലുതുമായി പരിക്കേറ്റത്. കണക്കുകൾ പ്രകാരം 4 വർഷത്തിനിടെ 1324 പേർക്ക് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ അധികവും കഴിഞ്ഞ 1 വർഷത്തിനിടെയാണെന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. ആശങ്ക പരിഹരിക്കാൻ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണ്ട ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് മലയോര ജനത പറയുന്നത്. ജനം, കോഴിക്കോട്. പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസികളെ വെട്ടിക്കൊന്നു. പാലക്കാട് പോത്തുണ്ടി സ്വദേശി സുധാകരൻ, മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു ചെന്താമര. പ്രതി ചെന്താമരയ്ക്കായി നെന്മാറ പോലീസ് അന്വേഷണം വിപുലമാക്കി. പോലീസ് 20 സംഘമായി തിരച്ചിൽ നടത്തുന്നു. പ്രതി നെല്ലിയാമ്പതി മലനിരയിലേക്ക് കയറിയതായി നെന്മാറ MLA കെ ബാബു പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നെന്മാറയിലാണ് ഇരട്ടക്കൊല നടന്നിരിക്കുന്നത്. കൊലക്കേസ് പ്രതി തന്നെയാണ്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കൊല ചെയ്ത സുധാകരന്റെ ഭാര്യയെ കൊന്നതിന്റെ കേസ് പേരിലാണ് ആദ്യം ചെന്താമര പ്രതിയാകുന്നത് കൊലക്കേസിൽ. തുടർന്നു വന്ന് ഈ 2 പേരെയും, അയൽവാസികളായ 2 പേരെയും വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചെന്താമരയ്ക്കായി. എന്താണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്? രാവിലെ 10 മണിയോടുകൂടെയാണ് ഈ ഒരു അരും കൊല നടന്നത്. പാലക്കാട് പോത്തുണ്ടി സ്വദേശി സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അരുൺ, ഞാനൊന്ന് ഇടപെടുകയാണ്, തുടരുക. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയാണ് തത്സമയം. मुख्यमंत्री महोदय से निवेदन करूंगा कि यूसीसी पोर्टल का शुभारंभ किया जाए. आपसे निवेदन है यूसीसी पोर्टल का शुभारंभ करने का कष्ट करें रिमोट के माध्यम से. നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരിക്കുന്നു. UCC പോർട്ടൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും വാർത്തയിലേക്ക്. പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസികളെ വെട്ടിക്കൊന്നു. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. പാലക്കാട് പോത്തുണ്ടി സ്വദേശി സുധാകരന്റെ മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ തന്നെ അയൽവാസിയായ ചെന്താമരയാണ് ഈ കൊലപാതകം നടത്തിയത്. ഇരുവരെയും ആക്രമിച്ച ശേഷം ചെന്താമര ഒളിവിൽ പോവുകയായിരുന്നു. ഈ അടുത്ത വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് ചെന്താമര കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങിയത്. ആ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര പിന്നീട് ഈ സജിതയുടെ ഭർത്താവായ സുധാകരനെയും ഭർത്താവിന്റെ അമ്മയായ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ നെല്ലിയാമ്പതി മലനിരകളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 20 സംഘമായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നെല്ലിയാമ്പതി മലനിരകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം പ്രതിയെ പിടികൂടാനാവും എന്നുള്ളതാണ് നെന്മാറ MLA കെ ബാബു ഉൾപ്പെടെ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഏതായാലും ഒരു നാടിനെ നടുക്കിയ കൊലപാതകം എന്ന് വേണം പറയാൻ. നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഇയാളൊരു സൈക്കോ ക്യാരക്ടറാണ് എന്നുള്ളതാണ് പറയുന്നത്. പലരോടും പലതരത്തിൽ സ്വഭാവ വൈകൃതങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഈ പരോളിൽ ഇറങ്ങിയതിനു ശേഷം നാട്ടുകാരോടൊക്കെ നല്ല നിലയിലായിരുന്നു സംസാരിച്ചിരുന്നത്. താൻ ചെയ്തു പോയത് തെറ്റായി, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ തരത്തിലായിരുന്നു നാട്ടുകാരോട് പ്രതികരിക്കുന്നത്. പക്ഷെ പിന്നീടാണ് ഇയാൾ ഇത്തരത്തിൽ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ആ വൈരാഗ്യം, സജിതയെ കൊലപ്പെടുത്തിയത് സാക്ഷികളായിരുന്നു ഭർത്താവ് സുധാകരനും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയും, അതിന്റെ വൈരാഗ്യമാണ് തീർത്തത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ മരിച്ച സുധാകരന്റെ 2 കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ മരിച്ച ഈ 2 പേരുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം തന്നെ പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നെല്ലിയാമ്പതി മലനിരകളിലേക്ക് കടന്നിരിക്കുന്ന പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി 20 സംഘമായി തിരിഞ്ഞുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ. പോർട്ടൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സംസാരിക്കുന്നു. തത്സമയം और मनु गौड़ जी, सच में एक बार मैंने इनसे नहीं, इनकी श्रीमती जी से, बहन जी से पूछा एक दिन कि इनका वजन इतना बढ़ गया है। मुझे चिंता हुई इनकी, मेरे मित्र भी हैं, तो उन्होंने मुझे बताया कि रात में ये 1, 1.5, 2 बजे खाना खाते हैं। तो मैंने कहा क्यों? बोले वो रात तक जो है ऑफिस में बैठे रहते हैं, बाहर कुछ खाते नहीं है। तो आप अंदाजा लगा सकते होंगे कि कितना इन्होंने परिश्रम किया होगा। और अजय मिश्रा जी हमारे वहाँ दिल्ली में रेजिडेंट कमिश्नर का भी काम देखते हैं, उसके अलावा अनेक अन्य विभागों में भी देखते हैं। लेकिन उसके बाद भी मैं थोड़ा आज इन सब लोगों के बारे में थोड़ा बता दूं, क्योंकि आज ये हमारा ऐसा कार्यक्रम है कि सभी को जानकारी जरूर होनी चाहिए। वैसे तो आपने गागर में सागर भर दिया, लेकिन फिर भी मुझे लगता है कि मुझे भी बोलना चाहिए। तो इन्होंने भी जो है, चाहे हमारी इस कमेटी से संबंधित अनेक मीटिंगें दिल्ली में हों, पूरी कमेटी को उसका संयोजन करके सबको एक स्थान पर लाना हो, अनेक काम इन्होंने किए। और सच में आपने कम बोला, इससे भी ज्यादा इन सब लोगों ने काम किया। अमित सिन्हा जी ने भी इसमें जो है बहुत योगदान दिया, और जैसा आपने बताया आईटी से लेकर नियम बनाने में, नियमावली बनाने में अपना बड़ा योगदान सबने किया। इस अवसर पर उपस्थित हमारे सभी अधिकारीगण, हमारे वरिष्ठ आनंद वर्धन जी, डीजीपी साहब, सभी हमारे सुधांशु जी, हमारे गृह सचिव श्री शैलेश जी, लगातार इसका इन्होंने भी एक तरह से कोऑर्डिनेशन बनाया। और बहुत टेक्निकल चीजें थी जो कई बार आप लोग उसको चाहते थे, इसको अच्छा होने के लिए ये भी सोचते थे कि उसको अच्छा करें। धक्का मुक्की भी होती थी छोटी मोटी वो मैंने अब उसको दूसरे तरीके से कहा है। तो अनेक कोऑर्डिनेशन बनाने का काम किया सभी हमारे अधिकारीगण, सभी हमारे आए हुए अतिथिगण, और हमारे सभी मीडिया के सभी मित्र, राज्य के भी और राज्य से बाहर से भी जो हमारे नेशनल मीडिया के लोग भी आए हैं, उन सभी का, पत्रकार मित्र, छायाकार बंधु, इलेक्ट्रॉनिक मीडिया, प्रिंट मीडिया, डिजिटल मीडिया, सोशल मीडिया, मैं सभी का आज इस ऐतिहासिक अवसर पर देवभूमि उत्तराखंड में और इसके मुख्य सेवक सदन में ഉത്തരാഖണ്ഡിലെ സിവിൽ കോഡ് പ്രാബല്യത്തിൽ. നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും UCC പോർട്ടലും പുറത്തിറക്കി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നിലവിൽ ഡെറാഡൂണിലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്നിട്ടുള്ള ചടങ്ങിലാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഏകീകൃത സിവിൽ നിയമത്തിനുള്ള അന്തിമ വിജ്ഞാപനവും ഒപ്പം UCC പോർട്ടലും പുറത്തിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തെ നടപടികൾക്കൊടുവിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്ത് ഏകീകൃത
സിവിൽ നിയമം നടപ്പിലാക്കും എന്നുള്ളത്. ആദ്യ മന്ത്രിസഭാ യോഗം മുതൽ തന്നെ അതിന്റെ നടപടികൾ ആരംഭിച്ചു. ഇപ്പോഴും ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി മുതൽ വിവാഹമോചനം, ഭൂമി കൈമാറ്റം, പിന്തുടർച്ചാവകാശം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം എന്ന വിഷയമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സംവിധാനമായിരിക്കും ഉത്തരാഖണ്ഡിൽ നടപ്പാവുക. വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുന്ന തരത്തിലാണ് ഏകീകൃത സിവിൽ നിയമത്തിനുള്ള ചട്ടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ നടപടികളും തയ്യാറെടുപ്പുകളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉത്തരാഖണ്ഡിൽ നടന്നു വരികയായിരുന്നു. ഇന്ന് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇതോടുകൂടി ഭാരതത്തിൽ പൂർണ്ണ രീതിയിൽ UCC നടപ്പാക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരിക്കുകയാണ്. ഏകീകൃത സിവിൽ നിയമത്തിന്റെ ഒരു ഭാഗിക രൂപം ഗോവയിൽ നിലവിലുണ്ട് എങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം ഉറപ്പാക്കുന്ന UCCയുടെ ഏകീകൃത സിവിൽ നിയമത്തിന്റെ പൂർണ്ണ രൂപം ഭാരതത്തിൽ ആദ്യമായി നിലവിൽ വരുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുന്നു. ദേശീയ തലത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും ആലോചനകളും കേന്ദ്ര സർക്കാർ തലത്തിൽ മോദി സർക്കാർ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡ് UCC യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിന് പുറമെ ഗുജറാത്തിലും UCC നടപ്പിലാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതി രൂപീകരിച്ച് ഗുജറാത്തിൽ UCC നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നതിനുള്ള നടപടികൾ നടക്കുകയാണ്. ഏതായാലും 2022 ഉത്തരാഖണ്ഡിലെ ജനങ്ങൾക്ക്, ദേവഭൂമിയിലെ ജനങ്ങൾക്ക് BJP നൽകിയിട്ടുള്ള, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഇന്ന് നിറവേറ്റിയിട്ടുള്ളത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ UCC നടപ്പാക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. ബില്ല് തയ്യാറാക്കുന്നതിന് വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. ആ സമിതിയുടെ ശുപാർശകൾ ഉൾക്കൊണ്ടുകൊണ്ട് ബില്ല് തയ്യാറാക്കി അത് ഉത്തരാഖണ്ഡ് നിയമസഭ പാസ്സാക്കി. ആ ബില്ലിന് ഉത്തരാഖണ്ഡ് ഗവർണറും രാജ്യത്തിന്റെ രാഷ്ട്രപതിയും അംഗീകാരം നൽകി. പിന്നീട് ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. അതിന്റെ ശുപാർശകൾ ഉൾക്കൊണ്ടു. പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങളും ശുപാർശകളും പരിഗണിച്ചുകൊണ്ടാണ് ചട്ടങ്ങൾ തയ്യാറാക്കിയത്. പിന്നീട് കരട് വിജ്ഞാപനം പുറത്തിറക്കി. അതിന്മേൽ ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും UCC പോർട്ടലും പുറത്തിറക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും സർക്കാർ ഒരുപോലെയാണ് കാണുന്നതെന്നും സംസ്ഥാനത്ത് എല്ലാ ജനങ്ങൾക്കും ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും തുല്യ നിയമം, വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് തുല്യ നിയമം ഉറപ്പാക്കും എന്നുള്ളതുമാണ് ഈ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയത്. രോഹിണി. ശരി ജിഷ്ണു. ഉത്തരാഖണ്ഡിലെ സിവിൽ കോഡ് പ്രാബല്യത്തിൽ നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും UCC പോർട്ടലും പുറത്തിറക്കി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. റേഷൻ കട വ്യാപാരികൾക്ക് മുന്നറിയിപ്പുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ. സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ റേഷൻ കടകൾ ഏറ്റെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കും. കൂടാതെ POS മെഷീൻ കമ്പനിക്ക് നൽകാനുള്ള തുക ഉടൻ നൽകും. പ്രതിസന്ധികൾ ഒഴിവാക്കിയേ മതിയാകൂവെന്നും മന്ത്രി ജനം TVയോട് പറഞ്ഞു. ഇന്നിപ്പോൾ അവർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു നിമിഷത്തിന് മുമ്പ് സമരം തീർക്കണമെന്നാണ് ഗവൺമെൻറ് നിലപാട്. ഞാൻ പറഞ്ഞു അവരോട് 10 മണിക്ക് വേണമെങ്കിൽ ഞാൻ റെഡിയാണ്, ഓഫീസിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്ക് വന്നെത്താനുള്ള സമയം വേണമെന്ന് പറഞ്ഞാൽ 2 മണിക്ക് ചർച്ചയ്ക്ക് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്തും. എന്ത് കണ്ടീഷൻ വെച്ചുകൊണ്ടും ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള മറുപടി പറയുന്നത് ശരിയല്ലോ. സമരം തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് തീർക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അവരുടെയും കുടുംബങ്ങളല്ലേ ഈ ഭക്ഷ്യധാന്യം വാങ്ങുന്നത്. സമരം നീണ്ടുപോയാൽ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന ഗവൺമെൻറ് അല്ല ഈ ഗവൺമെൻറ് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടും. ഒരു കുടിശ്ശികയും റേഷൻ കടകൾക്ക് അതൊക്കെ കൊടുത്തോളും. സംസ്ഥാനത്ത് മദ്യത്തിന് ഇന്നു മുതൽ വില വർദ്ധിക്കും. ചില മദ്യ ബ്രാൻഡുകളുടെ വില 10 രൂപ മുതൽ 50 രൂപ വരെയും വിദേശ മദ്യത്തിന് 30 രൂപ വരെയുമാണ് വർദ്ധിക്കുക. 200 കോടി രൂപ അധിക ലാഭമുണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വില വർധനവ്. സംസ്ഥാനത്ത് പുതുക്കിയ മദ്യവില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പ്രമുഖ ബ്രാൻഡുകൾ ഉൾപ്പെടെ വില വർദ്ധിക്കും. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില വർധനവ്. മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതിലൂടെ 200 കോടി രൂപ അധിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിന്റെ പുറത്താണ് സർക്കാരിന്റെ വില വർധനവ്. 15 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ മദ്യവിലയിൽ പുനർനിർണയം നടത്തിയിരിക്കുന്നത്. സർക്കാരിന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് മദ്യവിൽപ്പനയിലൂടെയാണ്.
മൊത്തം 62 കമ്പനികളുടെ 341 ബ്രാൻഡുകൾക്കാണ് വില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം 45 കമ്പനികളുടെ 107 ബ്രാൻഡുകൾക്കുള്ള വില കുറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. വ്യാജന്മാരെ തടയാൻ ബെവ്കോ മദ്യക്കുപ്പികളിൽ ഏപ്രിൽ 1 മുതൽ പ്രത്യേക ഹോളോഗ്രാം പതിക്കും. കമ്പനികൾ തന്നെ ഹോളോഗ്രാം പതിച്ച് വെയർഹൌസിലെത്തിക്കും. വ്യാജന്മാരെ തടയാൻ വേണ്ടിയും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ബെവ്കോയുടെ തന്നെ ഹോളോഗ്രാം പതിക്കുന്നത്. മദ്യക്കുപ്പികൾ വെയർഹൌസിൽ എത്തിച്ചതിന് ശേഷമാണ് കുപ്പികളുടെ അടപ്പിന് മുകളിൽ സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നത്. വ്യാജനെ തടയാനും അനധികൃതമായി വിൽപ്പന തടയാനുമാണ് ബെവ്കോയുടെ മുദ്ര പതിപ്പിക്കുന്നത്. ഇപ്പോൾ ഒട്ടിക്കുന്ന ഹോളോഗ്രാം മാതൃകയിലുള്ള സ്റ്റിക്കർ കൊണ്ട് കാര്യമായ ഉപയോഗമില്ല എന്നാണ് വിലയിരുത്തൽ. വ്യാജന്മാരും ഇതേ മാതൃകയിൽ ഹോളോഗ്രാം ഉണ്ടാക്കുന്നുണ്ട്. പുതിയ ഹോളോഗ്രാം മുദ്ര സ്കാൻ ചെയ്താൽ വെയർഹൌസിന്റെയും ഔട്ട്ലെറ്റിന്റെയും വിശദാംശങ്ങൾ ലഭിക്കും. അനധികൃതമായി ബെവ്കോയിൽ നിന്നുള്ള വിൽപ്പന പിടികൂടാൻ സ്കാൻ ചെയ്താൽ മുഴുവൻ വിവരങ്ങളും ലഭിക്കും. മാത്രമല്ല, ഹോളോഗ്രാം പൊട്ടിച്ചാൽ അടപ്പും തുറക്കും. പൊട്ടിച്ചുപയോഗിച്ച ശേഷം ഹോളോഗ്രാം തിരികെ ഒട്ടിച്ചു വെക്കാൻ കഴിയില്ല. മദ്യവിതരണത്തിന്റെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ പുതിയ ഹോളോഗ്രാമിലൂടെ കഴിയുമെന്ന് പുതിയ MD ഹർഷിത അത്തല്ലൂരി പറഞ്ഞു. ഔട്ട്ലെറ്റുകളിലായി പൊട്ടിപ്പോകുന്ന മദ്യക്കുപ്പികളുടെ എണ്ണം ഉൾപ്പെടെ തിട്ടപ്പെടുത്താൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. നിലവിലെ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ 300 തൊഴിലാളികളിലേറെ ആവശ്യമുണ്ട്. എന്നാൽ പുതിയ സംവിധാനം നിലവിൽ വരുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യമില്ല. മദ്യക്കമ്പനികൾ ഫാക്ടറികളിൽ സ്ഥാപിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് ഹോളോഗ്രാം കുപ്പികളിൽ പതിപ്പിക്കുന്നത്. ജനം, തിരുവനന്തപുരം. ഹയർ സെക്കൻഡറി പരീക്ഷ നടത്താൻ പണമില്ലാത്ത സംസ്ഥാന സർക്കാരിനെതിരെ ABVP പ്രതിഷേധം. കോട്ടയത്ത് ഭിക്ഷയെടുത്ത് കിട്ടിയ പണം വിദ്യാഭ്യാസ മന്ത്രിക്ക് മണി ഓർഡറായി അയച്ചു നൽകി ABVP പ്രവർത്തകർ. വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖം മൂടി അണിഞ്ഞാണ് പ്രവർത്തകർ ഭിക്ഷ തേടി പ്രതിഷേധം നടത്തിയത്. പരീക്ഷാ നടത്തിപ്പിന് സ്കൂളുകളുടെ PT അക്കൗണ്ടുകളിൽ നിന്നും പണം ഉപയോഗിക്കണമെന്നുള്ള ഉത്തരവിനെതിരെയായിരുന്നു പ്രതിഷേധം. CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി P രാജീവിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ച് പ്രതിനിധികൾ. വ്യവസായ മന്ത്രി ജില്ലയിലെ തൊഴിൽ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. അതേസമയം കൂത്താട്ടുകുളം വിഷയത്തിൽ പാർട്ടി നിലപാട് ശരിയെന്നായിരുന്നു പ്രതിനിധികളുടെ അഭിപ്രായം. വനം മന്ത്രിക്കും വ്യവസായ മന്ത്രിക്കുമടക്കം പ്രതിനിധി ചർച്ചയിൽ രൂക്ഷ വിമർശനമുണ്ടായപ്പോൾ ആഭ്യന്തര വകുപ്പിനെയും പ്രതിനിധികൾ വെറുതെ വിട്ടില്ല. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ BJPയുടെ കയ്യിലായെന്ന് ചില പ്രതിനിധികൾ സമ്മേളനത്തിൽ ആരോപിച്ചു. പാർട്ടിക്കാർക്ക് പോലീസിന്റെ മർദ്ദനമേൽക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും കുറ്റപ്പെടുത്തി. കൂത്താട്ടുകുളം വിഷയത്തിൽ പോലും പോലീസിന്റെ നിലപാട് പാർട്ടി വിരുദ്ധവും ഏകപക്ഷീയവുമായിരുന്നു. എന്നാൽ പാർട്ടിയെ ഒറ്റിയ കലാരാജുവിനോട് സമരസപ്പെടേണ്ട കാര്യം പാർട്ടിക്കില്ലെന്നും അവിടെ സ്വീകരിച്ച നിലപാട് കൃത്യമെന്നും വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. നടുറോഡിൽ പാർട്ടി അംഗങ്ങൾ തമ്മിലടിച്ച പൂണിത്തുറയിലെ സംഭവം പാർട്ടിക്ക് നാണക്കേടായെന്നും വിമർശനമുയർന്നു. വനം മന്ത്രി ഒപ്പിടാൻ മാത്രം ചുമതലയുള്ള ആളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണെന്നും ആക്ഷേപമുയർന്നു. CPIക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. വ്യവസായ മന്ത്രി ജില്ലയിലെ തൊഴിൽ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്നില്ലെന്നും പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നതായും ജില്ലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിലും P രാജീവ് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെന്നും ആക്ഷേപമുയർന്നു. ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും മറുപടി പറഞ്ഞു. ആക്ഷേപം ഉന്നയിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിലാണോ എന്നുകൂടി പരിശോധിക്കണമെന്ന് സെക്രട്ടറി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. ജനം, കൊച്ചി. അധ്യാപക നിയമനത്തിനായി മാനേജ്മെന്റുകൾ കൈക്കൂലി വാങ്ങുന്നത് കോടികളെന്ന് മുൻമന്ത്രി G സുധാകരൻ. ഇത് തടയാൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ PSCക്ക് വിടണം. ജില്ലയിലെ 2 കോളേജുകളിൽ 40 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് കൈക്കൂലി വാങ്ങുന്നതെന്നും G സുധാകരൻ പറഞ്ഞു. അധ്യാപകരെ നിയമിക്കുന്ന ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങുന്ന സിസ്റ്റം എവിടെയുള്ളത്? കോളേജുകളിൽ 1 കോടിയായി വരേണ്ടത് അത് കുറച്ച് കുറവ്. ST കോളേജ് 40 ലക്ഷമായുള്ളത്. MSN കോളേജ് 1 കോടി വാങ്ങിക്കുക. സ്കൂളുകളിൽ 50 ലക്ഷം, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പ്രൈമറി സ്കൂൾ 25 ലക്ഷം. അധ്യാപകരോട് വാങ്ങിക്കുകയാണ് കൈക്കൂലി. സർക്കാരാണ് ശമ്പളം കൊടുക്കേണ്ടത്, വലയിലല്ല കൊടുക്കേണ്ടത്. സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ കൈക്കൂലി വാങ്ങിക്കുക. ഇതെല്ലാം പബ്ലിക് സർവീസ് കമ്മീഷൻ വിടണം. അട്ടപ്പാടിയിൽ 5 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. നക്കുപതി ഊരിൽ ആദി ബാലസുബ്രഹ്മണ്യം ഹംസവല്ലി ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത്. പാൽ തൊണ്ടയിൽ കുരുങ്ങിയതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കുഞ്ഞിനെ അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ?
അട്ടപ്പാടിയിൽ വീണ്ടും ഒരു ശിശുമരണം കൂടി ഉണ്ടായിരിക്കുകയാണ്. നക്കുപ്പതി ഊരിലെ ആദി ബാലസുബ്രഹ്മണ്യം ഹംസവല്ലി ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത്. പാല് തൊണ്ടയിൽ കുടുങ്ങിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുഞ്ഞിനെ അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. രാവിലെ മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് പാല് തൊണ്ടയിൽ കുരുങ്ങുകയായിരുന്നു. ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴേക്കും കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല താനെന്ന് പിണറായി വിജയൻ തെളിയിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വർഷങ്ങളായി പ്രവർത്തിക്കാത്തപ്പോഴാണ് സ്വകാര്യ മേഖലയിലെ കമ്പനിക്ക് വെള്ളം നൽകുന്നത്. ഈ കമ്പനിക്ക് അമിതമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ആർക്കുവേണ്ടി? VS-നോടുള്ള തന്റെ ബഹുമാനം വർദ്ധിക്കുന്നു. ബ്രൂവറി വിഷയത്തിൽ CPI അഭിപ്രായം പറയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ തർക്കം എന്നത് മാധ്യമ സൃഷ്ടി മാത്രമെന്ന് AP അനിൽകുമാർ MLA. സർവേ ആർക്കും നടത്താം, അതിന് ഒരു എതിർപ്പുമില്ല. താനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. തന്റെ ശൈലിയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് പുറത്തുവന്ന വാർത്തകൾ. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കുന്നത് കൂടിയാലോചന നടത്തി ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും AP അനിൽകുമാർ പറഞ്ഞു. സ്വാഭാവികമായിട്ട് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ചേരികൾ ഉണ്ടാവാറുണ്ട്, ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ ചരിത്രത്തിനിടയിൽ എനിക്ക് ഒരു 80 മുതൽ KC പ്രവർത്തനം നടത്തി തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. 44 വർഷമായി. അതിനിടയിൽ ഏറ്റവും നല്ല അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കറിയാവുന്ന സാഹചര്യത്തിൽ KPCC-യിലേക്ക് നടന്ന മത്സരം, അതിനുശേഷമുണ്ടായ ശ്രീ K. കരുണാകരൻ, ആന്റണി തമ്മിൽ നേതൃത്വം നിൽക്കുമ്പോഴുണ്ടായ ചേരിതിരിവ്, അതൊക്കെ വളരെ രൂക്ഷമായ ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നെങ്കിലും ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ പാർട്ടി ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണുള്ളത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ തുടങ്ങി. മദ്യനിർമ്മാണശാല വിവാദവും ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളന നടത്തിപ്പും ചർച്ച ചെയ്യുന്നതിനാണ് എക്സിക്യൂട്ടീവ് യോഗം. നിഷ ദിലീപ് ചേരുന്നു. നിഷ, കൂടുതൽ വിവരങ്ങൾ. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ബിനോയ് വിശ്വത്തിന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴയിൽ തുടങ്ങിയിട്ടുണ്ട്. മദ്യനിർമ്മാണശാല വിവാദവും ആലപ്പുഴയിൽ 4 CPIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം നടത്തിപ്പും അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. നമുക്കറിയാം, ഈ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ 2 നയങ്ങളാണ്. അതായത് സംസ്ഥാന നേതാക്കന്മാരും ഒപ്പം തന്നെ മന്ത്രിമാരടങ്ങുന്ന ആളുകളും 2 രീതിയിലായിരുന്നു സംസാരിച്ചത്. എന്തായാലും ഈ മദ്യനയത്തിൽ ഉള്ള CPIയിൽ തന്നെയുള്ള ഭിന്നത അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട്. മാത്രമല്ല, പല കാര്യങ്ങളിലും സർക്കാരിനെതിരെ പല കാര്യങ്ങളിലും CPIയുടെ അഭിപ്രായം, നേതാക്കന്മാരും മന്ത്രിമാരും അടങ്ങുന്നവർ CPIയുടെ അഭിപ്രായം പലയിടങ്ങളിലും പ്രകടിപ്പിച്ചിരുന്നു. മാത്രം ബ്രൂവറി അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും പ്രധാനമായും ചർച്ച ചെയ്യുക. സംസ്ഥാന അധ്യക്ഷൻ ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നുണ്ട്. രോഹിണി വിവരങ്ങൾ നൽകിയത്. പേപ്പറിൽ മാത്രം ഒതുങ്ങി നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപനം. റെയിൽവേ, ടൂറിസം, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലായി കോടിക്കണക്കിന് രൂപ പ്രഖ്യാപിച്ചുവെങ്കിലും നടപ്പിലായിട്ടില്ല. 25-ലധികം വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകിയെങ്കിലും ഒന്നും വെളിച്ചം കണ്ടില്ല. 2025-26 വർഷത്തെ ബജറ്റ് സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ദുരന്ത നിവാരണം, വിനോദസഞ്ചാര മേഖലകളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ നിർമ്മാണം, സിൽവർ ലൈൻ, വ്യവസായ പാർക്കുകൾ, വിനോദസഞ്ചാര മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെ വാതോരാതെയുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപനം. തിരുവനന്തപുരം മെട്രോ നിർമ്മാണം ഇതുവരെ അനുമതി പോലും ലഭിച്ചിട്ടില്ല. സിൽവർ ലൈനുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ അതിയായ താല്പര്യമുണ്ട്. എന്നാൽ കടമ്പകൾ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല.
വിനോദസഞ്ചാര മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമായിട്ട് 1500 കോടിയിലധികം രൂപയായിരുന്നു പ്രഖ്യാപിച്ചത്. റബ്ബറിന്റെ താങ്ങുവിലയിൽ കർഷകർ തൃപ്തരല്ല. കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേക സ്റ്റാർട്ടപ്പ് പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതും വെളിച്ചം കണ്ടിട്ടില്ല. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമായിരുന്നില്ല കഴിഞ്ഞുപോയത്. കഴിഞ്ഞ 4 ബജറ്റ് പ്രഖ്യാപനങ്ങളിലും കിഫ്ബിയെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ലോകബാങ്കിനെ ആശ്രയിച്ചുകൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളാണ് നടന്നത്. അപ്രതീക്ഷിതമായി വന്ന ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലും ദുരന്തവും ഈ വർഷത്തെ സാമ്പത്തിക പരാധീനതകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണമായി തന്നെ സർക്കാർ ഉയർത്തിക്കാട്ടും. അങ്ങനെയെങ്കിൽ ഈ വർഷം പ്രകൃതി ദുരന്തം, അതിജീവനം, വിനോദസഞ്ചാര മേഖലയിലെ വികസനം ഇവയ്ക്കായിരിക്കും കൂടുതലും പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. 16ാം ധനകാര്യ കമ്മീഷനോട് ഉൾപ്പെടെ ദുരന്ത നിവാരണത്തിനായി കൂടുതൽ പണം അനുവദിക്കണമെന്നാണ് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്നും കൂടുതലായി ഒന്നും ഇത്തവണയും ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ജനം, തിരുവനന്തപുരം. വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തിൽ ഭരണഘടന ഉയർത്തി നീതിക്കായുള്ള സമരം തുടർന്ന് മുനമ്പം ജനത. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന കേരളത്തിലെ ഇടത് വലത് എംപിമാർക്ക് മുന്നിൽ വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധത ഓർമ്മിപ്പിക്കുകയാണ് ഭൂവുടമകൾ. വഖഫ് ഭേദഗതി ബില്ലിനെ തുറന്നു തീർക്കുന്ന ഇടതു വലത് മുന്നണികൾക്ക് തിരിച്ചടിയാണ് മുനമ്പം ജനതയുടെ നിലപാട്. വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കണമെന്നാണ് മുനമ്പം തീരദേശ ജനതയുടെ ആവശ്യം. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർ, എംപിമാർ എന്നിവർക്കടക്കം മുനമ്പത്തെ ജനത റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്തുകളും അയച്ചിരുന്നു. അതിനിടെ വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 107ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്നതാണ് മുനമ്പത്തുകാരുടെ തീരുമാനം. പ്രദേശത്തെ 405 ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്താണെന്നാണ് വഖഫ് ബോർഡിന്റെ അവകാശവാദം. എന്നാൽ ചെറായി മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയതാണ് ഭൂമിയെന്ന് തീരദേശ ജനതയും മറുവാദം ഉന്നയിക്കുന്നു. ജനം, കൊച്ചി. കൊടും ചൂടിൽ കേരളം. ജനുവരിയിൽ കത്തിക്കാളുന്നത് വേനലിനെ തോൽപ്പിക്കുന്ന താപനില. കണ്ണൂരിലും കൊച്ചിയിലും കോട്ടയത്തുമെല്ലാം അനുഭവപ്പെടുന്നത് കൊടും ചൂട്. കണ്ണൂർ വിമാനത്താവള പരിസരത്ത് താപനില 38 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. കാലാവസ്ഥാ വ്യതിയാനവും മഴയുടെ കുറവും കേരളത്തെ ചുട്ടുപൊള്ളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുമ്പോൾ പുരിവേലിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയത് 38.2 ഡിഗ്രി സെൽഷ്യസ്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടും. 2023-ലും 24-ലും പിന്നാലെ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില 2025-ലാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. 24 ഇതുവരെയുള്ളതിൽ ഏറ്റവും ചൂട് കൂടിയതാണ്. അപ്പോൾ ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിക്കൂടായികയില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ചൂട് കൂടിയതാവാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ജനുവരി ഡിസംബറിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ടെമ്പറേച്ചറിന് നമ്മളൊരു ചെറിയ അലേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനുവരിയിലും അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിൽ വരുന്ന ഈ മഴയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ ഫെബ്രുവരി നമ്മുടെ കുംഭമീന മാസം നമ്മൾ മലയാള മാസത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ 2 മാസങ്ങളാണ് കുംഭമീനം എന്ന് പറയുന്നത്. അപ്പോൾ ചൂട് കണ്ടിന്യൂ ചെയ്യുന്നതുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെന്റ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കൊടും ചൂടായതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മ രോഗികളെ വലയ്ക്കുന്നു. മെഡിക്കൽ കോളേജുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സ തേടിയെത്തുന്നവർക്ക് വൃത്തിഹീനമായ സാഹചര്യം കാരണം മറ്റ് രോഗങ്ങൾ കൂടി പിടിപെടുന്ന അവസ്ഥയാണുള്ളത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും പിടിപെട്ടത് ആശുപത്രിയിലെ സാഹചര്യം കാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമാകുകയാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലുമൊക്കെ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ. മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ബെഡുകളോ വീൽ ചെയറുകളോ ഇല്ല.
രോഗം പിടിപെട്ട് ചികിത്സ തേടി എത്തുന്നവർക്ക് ആശുപത്രികളിലെ വൃത്തിഹീനമായ സാഹചര്യം കാരണം മറ്റു രോഗങ്ങൾ പിടിപെടുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും പിടിപെട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവിധ സമയങ്ങളിൽ പീഡിയാട്രിക് വാർഡിൽ പ്രവേശിപ്പിച്ച 8 കുട്ടികൾക്കായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഭക്ഷ്യവിഷബാധയ്ക്കാണ് സാധ്യതയെന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോഴും പീഡിയാട്രിക് വിഭാഗത്തിലെ ശുചിത്വമില്ലായ്മയാണ് രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. സംഭവത്തിൽ DMOയുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ചികിത്സാ പിഴവുകളും ഡോക്ടർമാരില്ലാത്തതും കാരണം നിരവധി പരാതികളും ഉയർന്നിട്ടുള്ള ആശുപത്രിയാണ് നെയ്യാറ്റിൻകരയിലേത്. പലതവണ ആരോഗ്യ വകുപ്പിന്റെ ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് കരമനയാറ്റിന്റെ തീരത്തുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ലക്ഷങ്ങളുടെ മരം കൊള്ള. മരങ്ങൾ മുറിച്ചു കടത്തിയത് സ്വകാര്യ വ്യക്തി എന്ന് നാട്ടുകാർ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് ഉദ്യോഗസ്ഥർ. തീയതി മുതൽ വലിയ 2 ക്രെയിനും JCBയും മറ്റുമായിട്ട് ഇവിടുന്ന് പിടിച്ചാൽ പിടിപറ്റാത്ത തേക്കുകൾ, മഹാഗണി ഇങ്ങനെയൊക്കെ ഇവിടുന്ന് മുറിച്ച് പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. സ്വകാര്യ വ്യക്തിയുടെ ആണെന്ന് അറിയപ്പെടുന്നു. പക്ഷേ അത് റവന്യൂ നാളെ വന്ന് അടന്ന് തിട്ടപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞായറാഴ്ച ഇന്ന് രാവിലെയും ഈ മരങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന് വേണ്ടി പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് വന്നു. ഇപ്പോൾ നമ്മളത് സ്റ്റേഷനിൽ അറിയിച്ചു, പോലീസ് വന്നു, വില്ലേജ് ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ ആൾ വന്നു. ഈ മരങ്ങളുടെ ശിഖരങ്ങൾ കംപ്ലീറ്റ് നമ്മളെ ഈ കുടിവെള്ളമായ കരമനയാറ്റിലോട്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്തത്. അത് നമുക്ക് ഈ കുടിവെള്ളത്തിന് വരെ വളരെ ബുദ്ധിമുട്ടായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. 3 ദിവസം മുൻപാണ് തിരുവനന്തപുരം പേയാട് അരുവിപ്പുറത്ത് സ്വകാര്യ വ്യക്തി മരങ്ങൾ മുറിച്ചു കടത്തിയത്. തേക്കും മഹാഗണിയും അടക്കം 20ഓളം മരങ്ങളാണ് ഇയാൾ മുറിച്ചത്. മരം മുറിച്ചു മാറ്റിയ സ്വകാര്യ വ്യക്തിക്ക് ഈ പ്രദേശത്ത് ഒരു വില്ല പ്രോജക്റ്റ് ഉണ്ട്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പുറമ്പോക്ക് സ്ഥലത്തെ മരങ്ങളാണ് ഇയാൾ മുറിച്ചു കടത്തിയത്. മീറ്റർ പോലും അടുത്താണ് നമ്മുടെ കാടിക്കടവാറ്. അവിടെ നിന്ന് ഉള്ള വെള്ളമാണ് ഇപ്പോൾ നമുക്ക് പമ്പ് ചെയ്ത് വിളപ്പിൽ പഞ്ചായത്തും വിളവൂർക്കൽ പഞ്ചായത്തും മലയങ്കിഴി പഞ്ചായത്ത് 3 പഞ്ചായത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ആ പമ്പിംഗ് ഹൗസിൻ്റെ തൊട്ട് മേളിലാണ് ഇവരുടെ ഈ 125 വില്ലകളുടെയും കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള ഊറുന്ന വെള്ളം നമ്മുടെ ഈ കരമനാറ്റിലോട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെയധികം ഭീഷണിയായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഒരു 4 സൈഡ് 9 ഏക്കറോളം, ഏകദേശം 8-9 ഏക്കറോളം ഉണ്ട് ഈ സ്ഥലത്ത്. അതിനകത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് ആറ്റിൻ്റെ വെള്ളത്തോട് ചേർന്ന് നിന്ന മരങ്ങൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് മുറിച്ച് കടത്തുകയുണ്ടായി. ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്നുള്ള റിപ്പോർട്ട് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് നൽകി. മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ജില്ലാ കളക്ടർക്കും വിളപ്പിശാല പോലീസിലും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം നൽകുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോൾ ഡാമിൽ നിന്ന് വാട്ടർ അതോറിറ്റിക്കും വ്യവസായത്തിനും നൽകുന്ന വെള്ളത്തിന് യാതൊരു കണക്കുമില്ല. ബൾക്ക് മീറ്ററോ ഫ്ലോ മീറ്ററോ പോലും ഇല്ലാതെയാണ് ഡാമിൽ നിന്നും വെള്ളം നൽകുന്നത്. ഇത് സംബന്ധിച്ച് വിവരാവകാശ മറുപടിയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ടും ജനം TVക്ക് ലഭിച്ചു. മലമ്പുഴ ഡാമിൽ നിന്നും വാട്ടർ അതോറിറ്റിക്ക് നൽകുന്ന 96 MLD വെള്ളത്തിൽ നിന്നും എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് ആവശ്യമായ വെള്ളം നൽകുമെന്നാണ് സർക്കാരും എക്സൈസ് വകുപ്പ് മന്ത്രിയും ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാട്ടർ അതോറിറ്റിയുടെ വിവരാവകാശ മറുപടിയിലും ഇത് കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ഡാമിൽ നിന്ന് വാട്ടർ അതോറിറ്റിക്കും വ്യവസായത്തിനുമെല്ലാം നൽകുന്ന വെള്ളം സംബന്ധിച്ച് കണക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഇത് കൃത്യമായി അളന്നു നൽകാൻ യാതൊരു സംവിധാനവുമില്ല. 2018 ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വിവരാവകാശ മറുപടിയിൽ വെള്ളം അളന്നു നൽകാൻ യാതൊരു സംവിധാനവുമില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കൂടാതെ മലമ്പുഴ ഡാമിലെ പരമാവധി സംഭരണശേഷി 26 mm³ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും 2015 KERI പീച്ചി നടത്തിയ പഠനപ്രകാരം ഓരോ വർഷവും ചെളിയും എക്കലും അടിഞ്ഞ് ഡാമിന് 28.26 mm³ വെള്ളത്തിൻ്റെ നഷ്ടം ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല 2017 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ
ഡാമിൽ നിന്ന് എത്ര വെള്ളം വാട്ടർ അതോറിറ്റി എടുക്കുന്നു എന്നതിന് കണക്കില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യത്തിന് വെള്ളം നൽകുന്നത് പ്രത്യക്ഷത്തിൽ തങ്ങളെയാണ് ബാധിക്കുക എന്നാണ് കർഷകർ പറയുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് കാർഷിക ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ആവാം എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കാർഷിക ആവശ്യത്തിന് ഇപ്പോഴും പലപ്പോഴും വെള്ളം തികയുന്നില്ല. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടേതായിട്ടുള്ള ആ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ സാമ്പത്തിക വർഷവും വെള്ളം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണുള്ളത്. പാലക്കാട് ജില്ലയിൽ സഫീഷ്യൻ്റായിട്ട് വെള്ളം കൊടുക്കണമെങ്കിൽ ഒരു 120 ദിവസമെങ്കിലും മൂപ്പുള്ള വിത്ത് ഞങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. എന്താ കാരണം? ഇവിടെ വെള്ളമില്ലാത്തത് കൊണ്ട്. അപ്പോൾ വെള്ളം സുഭിക്ഷമായിട്ട് നൽകുകയാണെങ്കിൽ മൂപ്പുള്ള വിത്ത് കുറേ കൂടി ഈൽഡ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇത് സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി കൊടുത്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നാണ് സർക്കാരിൻ്റെ നയം. അതുകൊണ്ട് ഒരിക്കലും പാലക്കാടിലെ കർഷകർ ഇതിനെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെ നേതൃത്വം കൊടുക്കും. ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. മഴ താരതമ്യേന കുറവുള്ള എലപ്പുള്ളിയിൽ 5 ഏക്കറിൽ മഴവെള്ള സംഭരണി മദ്യക്കമ്പനി നിർമ്മിക്കുമെന്നും മലമ്പുഴ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്നും കണക്ക് നിരത്തി മന്ത്രി ഉൾപ്പെടെ പറയുമ്പോഴാണ് മറുവശത്ത് കണക്കിൽ മുഴുവൻ പൊരുത്തക്കേടുകൾ. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. കൊല്ലത്തെ ടൂറിസം കേന്ദ്രമായ മൺട്രോത്തുരുത്തിൽ വീണ്ടും വേലിയേറ്റ ഭീഷണി. പ്രദേശത്ത് റോഡില്ലാത്തത് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. പുലർച്ചെ ആരംഭിക്കുന്ന വേലിയേറ്റത്തിൽ പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. മൺട്രോത്തുരുത്തിലെ നെന്മേനി തെക്ക് ഭാഗം മുതൽ തോട്ടുമുഖം വരെയുള്ള പ്രദേശത്തെ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. കാലും കടയുന്നു, വയ്യാത്ത ആളുകളെ കാലൊന്നും ഒരു ഭയങ്കര വിഷയങ്ങളാണ്. വെള്ളത്തിൽ പല പ്രാവശ്യങ്ങളും കവന്നടിച്ചിട്ട് വീണിട്ടുണ്ട് ഞങ്ങളിവിടെ. ഇവന്ന് മെനങ്ങാന്ന് വീണ് 15 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ എല്ലാ പ്രാവശ്യങ്ങളും മഴയായാലും വെള്ളമായാലും വേലിയേറ്റമായാലും ഞങ്ങൾ കഷ്ടപ്പെടുകയായി നാട്ടിൽ കിടന്നു. ഞങ്ങൾക്കൊരു വഴി കിട്ടണം, നിർബന്ധമായിട്ട് ഞങ്ങൾക്കൊരു വഴി തന്നാൽ മതി. ഞങ്ങൾക്ക് നടന്നു പോകാനെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഈ സുനാമി വന്നതിന് ശേഷം ഞങ്ങളൊരു 10-15 വർഷങ്ങൾ കൊണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് അയന്തുവാണ്. 3 മാസം ഈ വേലിയേറ്റത്തിൻ്റെ ശല്യം ഇങ്ങനെ ഉണ്ടാകും. പിന്നെ ഞങ്ങൾക്ക് നടന്നു പോകാനൊരു വഴിയില്ല. ഈ ഒരു വഴി വന്നെങ്കിൽ ഞങ്ങൾ വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറിയേ. കാരണം കുറച്ച് മണ്ണൊക്കെ മുറ്റത്തൊക്കെ അടിച്ചിടുമ്പോൾ ഒത്തിരി കെടുതികൾ കുറയും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു 10-15 വീട്ടുകാർ വലിയ ദുരിതത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇതുവഴി കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവില്ല. വെള്ളത്തിലൂടെ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോയാൽ വസ്ത്രത്തിൽ ചെളി നിറയും. ഞങ്ങൾക്കൊരു വഴി വേണം. യൂണിഫോം ഒക്കെ അവിടെ പോയാൽ ഊഴുന്ന വേറെ അടുത്ത്. പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴി ഉണ്ടെങ്കിൽ ശരിയാവത്തുള്ളൂ. പാവാട മൊത്തം നനഞ്ഞൊക്കെ പോകുന്നത്. ഭയങ്കര പാടാ. വഴി എന്തായാലും വേണം. പതിനഞ്ച് വർഷമായി ഇവിടെ ഇതാണ് അവസ്ഥ. വേലിയേറ്റം ആരംഭിക്കുന്നതോടെ താഴ്ന്ന സ്ഥലമായ പ്രദേശത്തേക്ക് വെള്ളം കയറും. പിന്നെ വേലിയിറക്കം വരെ ഇവിടെയുള്ള ജനങ്ങൾ കാത്തിരിക്കണം. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണിയുണ്ട്. റോഡില്ലാത്തത് ഈ ദുരിതത്തിന് കാരണമാകുന്നതായും ജനങ്ങൾ പറയുന്നു. റോഡ് യാഥാർത്ഥ്യമായാൽ പ്രദേശം മണ്ണിട്ടുയർത്താനാകും. എന്നാൽ ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പ് പാഴ്വാക്കായി. അത്യാവശ്യമായി റോഡിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ജനം, കൊല്ലം. പുരയിടത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് ഓഫീസർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി. നികുതി രജിസ്റ്ററിൽ പുരയിടമെന്ന് തരംതിരിച്ചിട്ടുള്ള വസ്തുവകകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാനാവില്ല. നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ 12ാം വകുപ്പ് പ്രകാരം വില്ലേജ് ഓഫീസർമാരുടെ അധികാര പരിധിയിൽ ഇത് ഉൾപ്പെടില്ലെന്നും കോടതി. കൊടകര കേസിൽ തിരൂർ സതീശന്റെ വാദങ്ങൾ പൊളിയുന്നു. സതീശന്റെ വെളിപ്പെടുത്തൽ തുടരന്വേഷണത്തിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് പോലീസ്. തുടർ നടപടിക്കായി വിശദമായ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. ഇരുവൃക്കകളും തകരാറിലായ യുവതി ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. പാലക്കാട് നെന്മാറ സ്വദേശി സൗമ്യയാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത്.
2013 നെന്മാറ NSS കോളേജിന് സമീപം താമസിക്കുന്ന സൗമ്യയുടെ വൃക്കയ്ക്ക് തകരാറ് കണ്ടെത്തുന്നത്. ഒരു വൃക്കയ്ക്കായിരുന്നു പ്രശ്നം. പിന്നീട് മരുന്നിന്റെ സഹായത്തിലായി ജീവിതം. 2019 വരെ ഇത് തുടർന്നു. എന്നാൽ കൊറോണ വന്നതോടെ മരുന്ന് മുടങ്ങി. പിന്നീട് വീണ്ടും മരുന്ന് ആരംഭിച്ചുവെങ്കിലും രണ്ടാമത്തെ വൃക്കയും തകരാറിലായി. നിലവിൽ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് നടത്തണം. മാത്രമല്ല ഉടൻ വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ സൗമ്യയുടെ ഭർത്താവ് സന്തോഷ് 25 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന മെഷീനിലെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കിഡ്നി മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 25 ലക്ഷം ചിലവ് വരുന്നതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അപ്പോൾ അതിനായിട്ടുള്ള പോകുമ്പോൾ ഞങ്ങൾ കണ്ടെത്താനായിട്ടാണ് ഇപ്പോൾ ഇതിനുവേണ്ടി മുൻഗണന എടുത്ത് നിൽക്കുന്നത്. നമ്മൾ ജനകീയ സമിതി രൂപീകരിച്ചതിന് ശേഷം നമ്മൾ നോട്ടീസ് അടിക്കലും ഫ്ലെക്സ് അടിക്കലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്കിപ്പോൾ ഏറെക്കുറെ വന്നിരിക്കുന്നതാണ് 1 രൂപൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയുടെ താഴെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് അതിലൊരു യൂണിയൻ ബാങ്കിലാണ് അക്കൗണ്ട് ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ച അക്കൗണ്ട് ചേർന്ന് അവിടെ പോയിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഇത്രയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല. കാരണം 25 ലക്ഷം രൂപയ്ക്ക് മേലെ ബഡ്ജറ്റ് വരുന്നൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുന്നതാണ് ഈ പേഷ്യൻ്റ്. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതിലും മുകളിലാണ് ഈ ഒരു എമൗണ്ട്. കുടുംബത്തെ സഹായിക്കാൻ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അയിലൂർ യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് കുടുംബം. ജനം, പാലക്കാട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.